കംഫർട്ടും കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗത്തറ പോലെ കുറെ ഓർമ്മകൾ നല്ല നല്ല കുറെ ഓർമ്മകൾ കിട്ടുന്നുണ്ട് ഇവിടെത്തെ. 1.5 മണിക്കൂർ എനിക്ക് ഒരുപാട് സമയത്തേക്ക് തോന്നാറൊന്നുമില്ല. ഗൈസ്, അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് വലിച്ചു നീട്ടിട്ട് എനിക്ക് വഷളാക്കാൻ താല്പര്യമില്ല. എൻ്റെ GB വേസ്റ്റ് ആക്കി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇത് വളരെ ഷോർട്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കലാശക്കൂട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ബസ്സിൻ്റെ എപ്പോഴും ഫ്രണ്ടിൽ പോയിരിക്കണേന്ന്. അതിന് റിപ്ലൈ ഞാൻ തരാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴും തരാൻ വിചാരിക്കെങ്കിലും എനിക്കതിന് പറ്റിയൊന്നുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് പുറത്ത് പോയി വന്നിട്ടുള്ളൂ, ജസ്റ്റ് കടന്നിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പൊ എനിക്കത് പറയാനുള്ള ഒരു മൂടുണ്ട്. അപ്പൊ ഞാനത് വെച്ച് വേഗം ഇട്ട് കണ്ട കമ്മൽ തൊട്ടില്ല, അങ്ങനെ വേഗം ഒന്ന് പറയാമെന്ന് കരുതി. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് താല്പര്യം ഫ്രണ്ടിൽ ഇരുന്നിട്ട് വരാനാണ്, വണ്ടിയുടെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഏതെങ്കിലും വണ്ടികൾ നമ്മുടെ ബസ്സിന്റെ ഒപ്പം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ടിൽ പോകണമെങ്കിൽ അങ്ങനെ നമുക്കുള്ളിൽ ചെറിയ കുട്ടികളല്ല, അതുപോലെ ഫ്രണ്ടിൽ ഇരുന്ന വേഗം ഫ്രണ്ടിലെത്താം ആ ചിന്താഗതി എപ്പോഴും. പക്ഷെ ടീനേജ് പറഞ്ഞ ഒരു സാധനം എത്തിയപ്പോൾ നമുക്ക് ഒരു സമയത്ത് നടക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ ആകുമ്പോൾ പുറകിൽ എവിടെ സീറ്റ് ഇടുന്നു അപ്പൊ പോയിരിക്കുക. പിന്നെ കുറെ ആയപ്പോൾ ഇപ്പൊ എനിക്ക് ഒന്നാമത് ഒരുപാട് സോളോ ആയിട്ട് കുറെ ദൂരം പോകുന്ന ഒരാളാണ്. എനിക്കറിയാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. ഇപ്പൊ വെള്ളിയാഴ്ചകളാണെങ്കിലും തിങ്കളാഴ്ചകളാണെങ്കിലും ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ക്ലാസ്സിക്കൊക്കെ വരാറും ഇവിടെ ഞങ്ങളുടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാറും. അപ്പോൾ പോയി ശീലമായപ്പോൾ എനിക്ക് തോന്നി ഈ സൈഡ് സീറ്റിൽ ഇരിക്കണേക്കാളും കംഫർട്ടും കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ്. സൈഡിലിരിക്കും നമുക്ക് സൈഡ് വ്യൂ മാത്രം കാണാൻ പറ്റുള്ളൂ, അതായത് നമ്മുടെ ജനൽ സൈഡിൽ കാണുന്ന വ്യൂ മാത്രം. ഓരോത്തിന് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു കമ്പിയൊക്കെ ഉണ്ടാവില്ല വിൻഡോന്റെ സൈഡിൽ, ആ കമ്പിയിൽ തറചാച്ചിട്ട് ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ പോലും ഒരു വൈബ്രേഷൻ ഇങ്ങനെ കയറും. അപ്പോൾ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ചാരി കടന്നവരും ഇവിടെയൊക്കെ ഒരു ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സുഖമില്ല, ഒന്ന് ഉറക്കം വരുന്നുണ്ടെന്ന് ഉറങ്ങാൻ പറ്റണമില്ല. പോരാത്തിന് ഞാൻ ഇത്രയും ദൂരം അവിടേക്ക് പോയി വരുമ്പോൾ തന്നെ പകുതി കഴിയുമ്പോൾ ഒന്നാമത് എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയൊരു രീതിയിൽ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കൊരു പേടി, സ്വർണ്ണവിലൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ, അതും ഇതിലൊരു കാര്യം കൂടിയാണ്. മാത്രമല്ല വ്യൂവിൻ്റെ കാര്യം. പിന്നെ ഫ്രണ്ടിൽ പോയി ഇരിക്കുകയാണെങ്കിൽ 3 സൈഡിലുള്ള വ്യൂ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഇത്രയും ദൂരം ഞാനൊരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യാണ്ട് എനിക്ക് ഇവിടുന്ന് തൃശ്ശൂർ വരെ എത്താം. ആ 1.5 മണിക്കൂർ എനിക്ക് ഒരുപാട് സമയത്തേക്ക് തോന്നാറൊന്നുമില്ല, ഇതേ പറഞ്ഞ തീരും. അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റായിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫോൺ അഡിക്റ്റാണ്, നല്ലൊരു ഫോൺ അഡിക്റ്ററാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഫോൺ നോക്കിയിരിക്കും. ഈ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഫോൺ നോക്കാനുള്ള ടെൻഡൻസി വരാറില്ല. മെയിനായിട്ട് ഈ പുറകിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഫോൺ നോക്കാൻ ഇഷ്ടമല്ല. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആകെ നമുക്ക് ഒരു വയറിന് ഇവിടെയൊക്കെ ഒരു സംഭവം പോലെയാണല്ലോ. അപ്പോൾ ഫോൺ നോക്കാൻ കുറച്ച് നേരം നോക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മൾ ആകെ ലോൺലെസ് ആവും, ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നും. അപ്പോൾ ഒന്നുകൂടെ ഫോൺ എടുക്കാൻ തോന്നും, നെറ്റ് കഴിയും, GB പോവും, ആ സമയത്ത് നെറ്റും കിട്ടില്ല. അപ്പോൾ എന്തെയും ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പുറകിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണ്ടല്ലോ. എൻ്റെ മൈൻഡ് എങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു വ്യൂ വെച്ച് ഞാൻ പറയുന്നതാണ്, പുറകിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണ്ടാവോ, അവർ നോക്കുമോ. ഞാൻ അങ്ങോട്ട് നോക്കാറില്ല, എങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. അപ്പോൾ ഫോൺ എടുത്ത് ബാഗിൽ വയ്ക്കും, ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ഫസ്റ്റ് പോയിട്ട് അങ്ങോട്ട് പുറത്തോട്ട് നോക്കിയിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് കുറേ കാര്യങ്ങളെ പറ്റി ആലോചിച്ചിരുന്ന് നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ച് വെയിൽ കൊണ്ടാൽ എന്താ, ഇപ്പോൾ നമുക്ക് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ തൃശ്ശൂരിന് വരുന്ന സമയം പോലും ഈ ബസ്സിലൊട്ട് മനുഷ്യരുണ്ടാവില്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരുണ്ടാവുള്ളൂ. എങ്കിൽ പോലും ഞാൻ അവിടെയും പോയിരിക്കാറില്ല, ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ഫസ്റ്റ് പോയിരിക്കും. ഇത്തിരി വെയിൽ കൊള്ളുന്നേ ഉള്ളൂ, അതൊക്കെ സൺസ്ക്രീൻ ചെയ്യുക, വീട്ടിലെത്തിരുന്ന് ഫേസ് വാഷ് ചെയ്യുക, അത് കഴിഞ്ഞാൽ അത് പോയി നിറം കുറഞ്ഞാൽ ഇപ്പം എന്താ. കുറച്ചെങ്കിലും ഫോൺ എത്ര നേരമെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോൺ എടുത്ത് വെച്ച് ഫ്രണ്ടിൽ പോയിരുന്ന് 3 സൈഡിലുള്ള വ്യൂ കാണാം, അങ്ങനെ വായി നോക്കാൻ പരിപാടിയും തോന്നില്ല, പുറകിലോട്ട് നോക്കാനുള്ള ഒരു ചിന്ത പോലും വരുന്നില്ല, അങ്ങോട്ട് നോക്കാറുമില്ല, ഏറ്റവും ഫ്രണ്ടിൽ പോയി അങ്ങനെ ഇരിക്കുക. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ആരും നോക്കിക്കോട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ കംഫർട്ടായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് ആരും വന്നിരിക്കാനും ഇല്ല, ആരും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരില്ല, നമുക്ക് എന്തെങ്കിലും പറ്റൂല. ഇപ്പോൾ ഓർണമെന്റ്സ് ഇട്ടാലും ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണമെന്നുള്ളൊരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഈ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പേടി. നമ്മൾ അറിയാണ്ട്, എനിക്കാണെങ്കിൽ ആ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് വേഗം ഉറക്കം വരും. ഉറങ്ങിയ സമയത്ത് ആരെങ്കിലും വന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോവോ, എന്തെങ്കിലും
പിന്നെ എനിക്ക് സംഭവിക്കുമോ അങ്ങനെ ഒരു പേടികളുണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് അങ്ങനെ പേടികളും ഇല്ല. അപ്പോൾ ബെനിഫിറ്റുകൾ കുറേയാണ് ഗൈസ് അവിടെയുള്ള. ഒറ്റയാണ് കുറച്ച് സെക്യൂർ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ പോയിരുന്നേ കിട്ടും. അതേസമയം പുറകിലൊക്കെ ഇരുന്ന് എനിക്ക് ആ സെക്യൂരിറ്റി തോന്നുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ അറിയാണ്ട് ഉറങ്ങി പോകുമ്പോൾ ഞാനൊക്കെ ആദ്യം അങ്ങനെ കുറേ നേരം ഉറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്തം വിട്ട് പോയി ഉറങ്ങും, അങ്ങനെ അവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഉറക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ നേരത്തൊക്കെ ഉറങ്ങി രാത്രി ഉറക്കം വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് എന്തുകൊണ്ടും എനിക്ക് ഫ്രണ്ടിലിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആരും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചോളം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഫ്രണ്ടിലിരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചെയ്തിട്ടുള്ള ഈ സംഭവം ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ചെയ്ത കാര്യം എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. ഇത് എൻ്റെ വ്യൂ ആണ്, എൻ്റെ മാത്രം വ്യൂ ആണ്. കുറച്ച് വീഡിയോസിൽ ഞാൻ അങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ട് കുറച്ചൊരു ശ്രദ്ധിച്ചിട്ട് അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ക്ലാസ്സിലെ കുട്ടികളായാലും അവരൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് എത്ര പേരും കാണുമെന്ന് എനിക്ക് അറിയില്ല. ഷോർട്ട് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വയ്യടോ. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബീജം ഒക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത്ര ഉള്ള